Let's go to question number 15. Yellow compound of lead chromate. See, we have a lead chromate. Get dissolved and treatment with a hot NaOH. അപ്പോൾ ആരെല്ലാം തമ്മിൽ റിയാക്ട് ചെയ്തു? ലെഡ് ക്രോമേറ്റും NaOHും തമ്മിൽ റിയാക്ട് ചെയ്തു. The product of lead formed is. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് വന്ന, അതായത് ക്രോമേറ്റിന്റെ അല്ലെങ്കിൽ ലെഡിന്റെ ടെസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നതിൽ ആ ഒരു പാർട്ടിൽ നമുക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം അനലിറ്റിക്കൽ കെമിസ്ട്രി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, സി വി ഹാവ് എ ലെഡ് ക്രോമേറ്റ് PbCrO4. അയാൾ റിയാക്ട് ചെയ്യുന്നു ആരുമായിട്ട്? NaOHുമായി. So whenever these two react together, you can see that you are getting the compound Na2CrO4, sodium chromate, plus what next? We can see that. So we have got NaOH, Na2CrO4, then we get PbOH4, then we have a 2-. ഈ രണ്ട് ആൾക്കാരെയാണ് നമുക്കവിടെ കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ലെഡ് ഫോംഡ് എന്നാണ് ചോദിച്ചത്, അല്ലാതെ സോഡിയത്തിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചല്ല അവർ ചോദിച്ചത്. അപ്പോൾ PbOH4 2- ആണ്. അപ്പോൾ OH4 2- എന്ന് പറയുമ്പോൾ അയാളുടെ കോർഡിനേഷൻ നമ്പർ ഡെഫിനറ്റ്ലി വി ക്യാൻ സീ ദാറ്റ് എത്ര OH സ്പിയറിനുള്ളിലുണ്ടോ അതാണ് അയാളുടെ കോർഡിനേഷൻ നമ്പർ 4. അപ്പോൾ കോർഡിനേഷൻ നമ്പർ ഇസ് 4. Coordination number is 4. And now what is next? Lead, Pb2+. അല്ലേ? So PbOH and ഇവിടെ കിട്ടിയ ചാർജ് എന്താ? 2- അല്ലേ? 2- എന്ന് പറയുമ്പോൾ അതൊരു എന്തായാലും നമുക്ക് ന്യൂട്രൽ കോംപ്ലക്സ് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഡൈ ആനയോണിക് കോംപ്ലക്സ് എന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 4.